സംസ്ഥാന നഗരസഭയുടെ ചരിത്രത്തിലുടനീളം കണ്ടിട്ടില്ലാത്ത വിധം ജനാധിപത്യത്തെ തല്ലിച്ചതച്ചും നിയമങ്ങൾ കാറ്റിൽ പറത്തിയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോടികളുടെ അഴിമതി അജണ്ടകൾ പാസാക്കിയെടുക്കുകയാണ് മേയർ വി രാജേഷും BJP ഭരണസമിതിയും. കൗൺസിലിൽ കൃത്യമായ ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും അജണ്ടകളിൽ പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ധൈര്യമില്ലാതെ കൗൺസിൽ ഹാളിൽ പ്രതിപക്ഷാംഗങ്ങളെ ക്രൂരമായി തല്ലിച്ചതച്ചാണ് വെറും 5 മിനിറ്റ് കൊണ്ട് കോടികളുടെ അഴിമതിക്ക് ഭരണപക്ഷം വഴിവെട്ടി അനുമതി നേടിയെടുത്തത്. ജനാധിപത്യ ചർച്ചകളെ ഗുണ്ടായിസം കൊണ്ട് നേരിട്ട ഈ നാടകീയ നീക്കത്തിന് പിന്നിൽ വൻ സാമ്പത്തിക തട്ടിപ്പുകളാണ് ഒളിച്ചിരിക്കുന്നതെന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തകർന്നു കിടക്കുന്ന റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനായി മുൻ LDF ഭരണസമിതി ആറ്റുകാൽ വാർഡിൽ 2 കോടി രൂപ അനുവദിച്ച് കൃത്യമായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ പ്രവൃത്തിയാണ് മേയർ വി രാജേഷും സംഘവും അട്ടിമറിച്ചത്. ഈ തുക നിയമവിരുദ്ധമായി പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാന്റെയും ഡെപ്യൂട്ടി മേയറുടെയും സ്വന്തം വാർഡുകളിലേക്ക് വകമാറ്റി. പൊതുമരാമത്ത് മാനുവൽ പ്രകാരം ഒരു വാർഡിലേക്ക് ടെൻഡർ ചെയ്ത തുക മറ്റൊരു വാർഡിലേക്ക് മാറ്റി വിനിയോഗിക്കാൻ മേയർക്കോ കൗൺസിലിനോ യാതൊരു അധികാരവുമില്ല. ഒരു വാർഡിലെ തുക മറ്റൊരിടത്ത് ഉപയോഗിക്കണമെങ്കിൽ നിലവിലെ ടെൻഡർ റദ്ദാക്കി പുതിയ എസ്റ്റിമേറ്റ് എടുത്ത് വീണ്ടും ടെൻഡർ ചെയ്യണമെന്നിരിക്കെയാണ് സ്വന്തം ആളുകളെ സഹായിക്കാൻ മേയർ വെട്ടിപ്പ് നടത്തിയത്. 1 മാസം മുൻപ് മാത്രമെടുത്ത പല നിർമ്മാണ പ്രവൃത്തികളുടെയും എസ്റ്റിമേറ്റ് തുക പെട്ടെന്ന് 40% വർദ്ധിപ്പിച്ചു നൽകിയതിന് പിന്നിൽ വൻ അഴിമതിയും കമ്മീഷൻ ഇടപാടുമുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ഇതിനു പുറമെ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി ജില്ലാ കളക്ടർ ഭരണാനുമതി നൽകിയ പൊതുമരാമത്ത് ജോലികളുടെ ബിൽ തുക കോർപ്പറേഷന്റെ തനതു ഫണ്ടിൽ നിന്ന് അനുവദിക്കാനും മേയർ ഏകപക്ഷീയമായി തീരുമാനിച്ചു. കളക്ടറേറ്റിൽ നിന്ന് അനുവദിക്കേണ്ട തുക സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ കോർപ്പറേഷൻ ഫണ്ടിൽ നിന്ന് നൽകിയാൽ അത് തിരികെ ലഭിക്കില്ലെന്നിരിക്കെ ചില പ്രത്യേക കരാറുകാരെ വഴിവിട്ട് സഹായിക്കാൻ മാത്രമാണ് കോർപ്പറേഷൻ വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന ഈ നീക്കം നടത്തിയത്. കുടപ്പനക്കുന്ന് വാർഡിൽ റോഡ് സുരക്ഷാ ഭിത്തി പുതുക്കി പണിയാൻ എന്ന പേരിൽ 70 ലക്ഷം രൂപ ധൃതി പിടിച്ച് പാസാക്കിയെടുത്തതിന് പിന്നിൽ ഒരു പ്രമുഖ സ്വകാര്യ വ്യക്തിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കലാണെന്ന ആക്ഷേപവും ശക്തമാണ്. കോർപ്പറേഷൻ ബജറ്റിൽ 20 കോടി രൂപ വകയിരുത്തിയ PMBY പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഔദ്യോഗിക അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ ലക്ഷങ്ങൾ പൊടിപൊടിച്ച് ഗുണഭോക്തൃ സംഗമം നടത്തിയത് വൻ തട്ടിപ്പ്. കൂടാതെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നഗരപരിധിയിൽ നിന്ന് A ഗ്രേഡ് വാങ്ങിയ കുട്ടികളെ അനുമോദിക്കാൻ നടത്തിയ ചടങ്ങിൽ ഒരു താൽക്കാലിക വേദി നിർമ്മിച്ച കമ്പനിക്ക് 1.65 ലക്ഷം രൂപ നൽകിയതിലും കടുത്ത സ്വജന പക്ഷപാതമുണ്ട്. കോർപ്പറേഷന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വാഹനം വാടകയ്ക്കെടുക്കാൻ കൊട്ടേഷൻ വിളിച്ചപ്പോൾ ഏറ്റവും കുറഞ്ഞ നിരക്ക് കാണിച്ച കരാറുകാരനെ മനഃപൂർവ്വം ഒഴിവാക്കി ഉയർന്ന നിരക്ക് കാണിച്ച സ്വന്തക്കാരന്റെ വാഹനം എടുത്തതിലൂടെ അഴിമതി പരസ്യമായിട്ടുണ്ട്. കേരള മുനിസിപ്പാലിറ്റി ആക്ട് 1994 സെക്ഷൻ 36 പ്രകാരം ഭൂരിപക്ഷമില്ലാത്ത കൗൺസിലിൽ ചർച്ചയോ വോട്ടെടുപ്പോ കൂടാതെ അജണ്ടകൾ പാസാക്കാൻ കഴിയില്ല. പ്രതിപക്ഷത്തെ തല്ലിയൊതുക്കി അജണ്ടകളെല്ലാം പാസാക്കിയെന്ന് മേയർ വി രാജേഷ് പ്രഖ്യാപിച്ചത് പൂർണ്ണമായും കരിനിയമവും ജനാധിപത്യ വിരുദ്ധവുമാണ്. ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടവും ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പറയുന്നത്. ഭൂരിപക്ഷമില്ലാത്ത കൗൺസിലിനെ ഗുണ്ടായിസം കൊണ്ട് വിറപ്പിച്ച് നിയമങ്ങളെല്ലാം ചവിട്ടിമെതിച്ച് 5 മിനിറ്റിൽ പാസാക്കിയെടുത്ത ഈ കോടികളുടെ കൊള്ളയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യവും നഗരത്തിൽ ശക്തമായിട്ടുണ്ട്.